എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് വളരെ പ്രകൃതി രമണീയമായ വളരെ മനോഹരമായ സ്ഥലത്തേക്കാണ്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ യാത്ര തുടരുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ അടുത്ത് ചിറ്റണ്ട എന്ന സ്ഥലത്ത് ഒരു നാട്ടാന പരിപാലന കേന്ദ്രം ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഞങ്ങൾ. രാകേഷിന് പോയിട്ടുള്ള പരിചയമൊന്നുമില്ല അത്രയ്ക്ക്, അതുകൊണ്ട് ഗൂഗിൾ അമ്മായി പറയുന്ന വഴി അനുസരിച്ച് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മനോഹരമായ പ്രദേശങ്ങൾ പിന്നിട്ടുകൊണ്ട് റോഡൊക്കെ നല്ല റോഡാണ്. അപ്പോൾ ഈ ഗജപരിപാലന കേന്ദ്രത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ അറിഞ്ഞു. 2022 ജനുവരിയിലാണ് ഇവിടെ ഈ കേന്ദ്രം തുടങ്ങിയത്. അപ്പോൾ എലിഫൻറ്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥലം. ഇത് 30 ഏക്കർ 66 സെൻറ്റ് സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. ഗണേഷ് ഫോർട്ട് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ആട്ടാനകൾക്ക് വേണ്ടുന്ന എല്ലാ ചികിത്സകളും ചെയ്യാനും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയോട് ഇണങ്ങി ആനകൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. മ്യൂസിയം, ലൈബ്രറി, പാപ്പാന്മാർക്കും ഉടമകൾക്കും എല്ലാം പരിശീലനം കൊടുക്കാനുള്ള കേന്ദ്രം, ഇതൊക്കെ ഇതിൻ്റെ കീഴിൽ ഇറങ്ങണമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി കിട്ടുന്നതോടുകൂടി ഇതുപോലെയുള്ള പദ്ധതികളെല്ലാം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ആനയുടെ പരിപാലന കേന്ദ്രം കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ത്രില്ലുണ്ട്. ഇടയ്ക്കൊക്കെ വീടുകൾ കാണുന്നുണ്ട്, പക്ഷേ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള നീണ്ട പാടശേഖരങ്ങളും അതിനപ്പുറത്ത് കാടും എല്ലാം കിട്ടും. നല്ല മനോഹരമായ സ്ഥലം. ചില ഭാഗത്ത് ചെറിയ വീടുകൾ കാണുന്നുണ്ട്. അത്ര ചെറുതല്ല, എന്നാലും ജനവാസം വളരെ കുറവാണ്. പക്ഷേ റോഡ് നല്ല റോഡ്, മനോഹരമായ പ്രകൃതി ഭംഗി, അത് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ അമ്മായി പറയണ വഴി അനുസരിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ചകളായതുകൊണ്ട് യാത്ര ഒരു ബോറടി തോന്നുന്നില്ല. പക്ഷേ അധികം ആൾക്കാരൊന്നും കാണാനില്ല, വാഹനങ്ങളും വളരെ കുറവാണ്. ഇവിടെ ധാരാളം കാര്യങ്ങൾ കാണാണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷമായി. എന്താ അവിടുത്തെ അവസ്ഥ എന്നൊന്നും അറിയില്ല. കുറച്ച് വീഡിയോ കണ്ടതിലൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടു. പക്ഷേ ഞങ്ങൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് അറിയില്ല. അപ്പോൾ ആ ത്രില്ലിലാണ് യാത്ര പോകുന്നത്. ധാരാളം ആനകളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കടകളോ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീടുകൾ കണ്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. ഇതൊക്കെ റിസർവ്ഡ് വനാണെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയ എന്ന് തോന്നണേ. ആൾക്കാരെയൊന്നും കാണാനില്ല, വീടുകളും കാണുന്നില്ല. വഴിയിലൊരു ബോർഡൊന്നും കാണാനില്ല. ഗൂഗിളമ്മായി പറഞ്ഞിരുന്ന കാര്യം മാത്രമേ ഉള്ളൂ രക്ഷ കേട്ടോ. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഗണേഷ് ഫോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡോ ഒന്നും കാണാനില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഞങ്ങളിതാ പെട്ടെന്ന് ഇങ്ങനെ നല്ല പാടശേഖരത്തിലേക്ക് കടന്നു. വളരെ മനോഹരമായ പാടശേഖരങ്ങളല്ലേ. ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമഭംഗി മുഴുവൻ അറിയുന്നത് കേട്ടോ. വെള്ളം നിറഞ്ഞെടുക്കുന്ന പാടശേഖരങ്ങളാണ്. നീണ്ടു കിടക്കുന്നുണ്ട്, ദൂരെയായിട്ട് കാടും. ആഹാ, എന്താ കാഴ്ച അല്ലേ. ഇത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിതാ ഇതേപോലെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് കയറി. ഇവിടെ വല്ല ആനക്കൂട്ടത്തിനും കണ്ടു. അതാ പോണു
ആനക്ക ഉണ്ടല്ലേ, 2 ആനക്കുട്ടികളാണ് പോണേ. പാവം ആ സ്ത്രീ 2 പോത്തിനെയും കൊണ്ട് പോണതാണ്. പക്ഷെ ദൂരെ നിന്ന് ആര് കണ്ടാലും അത് ആനക്കുട്ടിയാന്ന് വിചാരിക്കുമല്ലേ. ഇപ്പം ഗൂഗിൾ അമ്മായി ഒന്നും മിണ്ടണില്ല കേട്ടോ. ഒരു ശബ്ദകോലാഹലങ്ങളും ഇല്ലാത്ത മനോഹരമായൊരു പ്രദേശം. വീണ്ടും പാടങ്ങളും ദൂരെയായിട്ട് കാടുമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഞങ്ങൾ എത്താനായി തുടങ്ങിയിരിക്കും തോന്നുന്നു സ്ഥലത്ത്. ഇവിടെ എവിടെയോ അടുത്തായിട്ടൊരു കാർത്യായനി ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇതിൽക്കൂടെ ആരെങ്കിലും പോയ ലക്ഷണമൊന്നും കാണാനില്ല കേട്ടോ. ഇപ്പം ഗൂഗിളമ്മായി പറയുന്നത് ഇത് തന്നെയാണ് വഴി എന്നാണ്. ദൂരെ കാണുന്ന സ്ഥലം തോന്നുന്നു. അവിടെ എന്തോ ഒരു ഗേറ്റ് പോലെ തോന്നുന്നുണ്ട്. അത് തന്നെയാണ് ഗണേഷ് ഫോർട്ട്. ഇതൊക്കെയായിരിക്കും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്ന ചിന്തയിലാണ് ഞങ്ങൾ. മതിലൊക്കെ കെട്ടി വേർതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. പാടത്ത് 1-2 പേരെ പണിയെടുക്കണതും കണ്ടു. അല്ലാതെ ഒരു അനക്കമില്ല അവിടെ. ഇതാ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി. ഉള്ളിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഗേറ്റ് അടച്ചെടുക്കുകയാണ്. ആകാംക്ഷയോടുകൂടി ഇത്ര ദൂരം വന്നത് വെറുതെ ആയിപ്പോയി. അവിടെ ആനകളൊന്നുമില്ല. അവരെ വേറൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ കണ്ട നമ്പറിൽ വിളിച്ച് നോക്കി, ആരും റെസ്പോണ്ട് ചെയ്തില്ല. രാകേഷ് അതിൻ്റെ ഉള്ളിൽ പതുക്കെ ഒന്ന് കടന്ന് നോക്കി. ഉള്ളിലേക്കൊന്ന് കുറച്ച് നേരം ദൂരം പോയി നോക്കി. പക്ഷേ ആരെയും കാണാതെ തിരിച്ചു പോന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയും കുറച്ച് കാഴ്ചകളുണ്ട്. ഞങ്ങൾ വേറെ 1-2 സ്ഥലത്തേക്ക് കൂടി പോകാനുള്ള പ്ലാനുണ്ട്. കഴിയുമെങ്കിൽ ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കണ്ട. ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ കേരളത്തിൻ്റെ ഉൾഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളാണിത്. ഇപ്പോഴും ഗ്രാമീണത നഷ്ടപ്പെടാത്ത, പട്ടണത്തിൻ്റെ പരിഷ്കാരങ്ങളൊന്നും എത്തി നോക്കാത്ത നാട്ടിൻപുറങ്ങൾ, വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീണ്ടും എത്തും. അപ്പോൾ ഞാൻ ഇങ്ങനെ യാത്ര തുടരുന്നു. അപ്പോൾ അടുത്ത കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വരേക്കും എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിങ്ങളും തുടർന്നുള്ള യാത്രയിൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി സസ്നേഹം നിങ്ങളുടെ അമ്മു പ്രിയങ്ക അങ്ങാട്ട്.